ആഴത്തിൽ പഠിക്കാമെന്ന ഈ ഒരു ടോപ്പിക്കിലേക്ക് മുഴുവൻ ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ, അതായത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ വരുന്ന സമയത്ത് വാട്ട് യു എക്സ്പെക്ട്, എന്തായിരിക്കും നിങ്ങളുടെ പ്രതീക്ഷ, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷ എന്തായിരിക്കുമെന്ന് ഒന്ന് സംസാരിച്ചോളൂ സാർ. ഞാൻ മജീദാണ്. അപ്പൊ ഞാന് ഇതില് പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മളെ ജീവിത നിലവാരം എന്ന് വെച്ചാൽ നമ്മളെ മൊത്തം നമ്മളെ കൾച്ചർ തന്നെ മാറ്റിയെടുക്കാന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ട്. അങ്ങനെ ഇതിൽ കൂടി കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത്. എല്ലാം കൊണ്ടും, കാരണം നമ്മളെ സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട്, പിന്നെ നമ്മളെ പൊതുവായിട്ടുള്ള ജനങ്ങളുള്ള സമ്പർക്കം, അതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലേക്കുള്ള മാറ്റങ്ങൾ നല്ല രീതിയിൽ, ഒരു മരണം വരെ നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ എന്നുള്ള ഒരു പ്രതീക്ഷ ഇതിലൂടെ കിട്ടും എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത് സാർ. ശരി, ഓക്കെ, വളരെ സന്തോഷം. എങ്കിൽ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക, നമുക്ക് തുടങ്ങാം. EFTയുടെ ഈ ഒരു സെഷനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി, ഗൗരവത്തോടുകൂടി എല്ലാവരും കേൾക്കണമെന്ന് സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇമോഷൻ, എല്ലാവർക്കും അറിയാം. ഇമോഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിലുള്ള ഫീലിങ്ങിനെയാണ്, വൈകാരികതയാണ്, നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു സംഭവമാണ് ഇമോഷൻ. എല്ലാവർക്കും അറിയാം. ഇതിൽ ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത്, ഒരു വ്യക്തി, ഇഫ് എ പേഴ്സൺ, ഒരാൾ സകല സമയത്തും ഉന്നതമായ ഇമോഷൻസ് മനസ്സിൽ വെച്ച് പുലർത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഐ റിപ്പീറ്റ്, സ്ഥിരമായി ഇന്ന് ഉന്നതം നാളെ ഉന്നതം അല്ലാത്തത്, അങ്ങനെയല്ല, സ്ഥിരമായി ഉന്നതമായ വൈകാരികത ഒരു വ്യക്തി മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുകയാണെങ്കിൽ, നമുക്ക് എല്ലാവർക്കും അറിയുവാൻ സാധിക്കും, ആ വ്യക്തിയുടെ ജീവിതം ഉന്നതമായ അവസ്ഥയിലായിരിക്കും. യെസ് ഓർ നോ, പ്ലീസ് ടൈപ്പ്. ഞാൻ ചോദിക്കുന്നത്, ഒരു വ്യക്തിക്ക് എപ്പോഴും ഉന്നതമായ ഇമോഷൻസ്, ഉയർന്ന രൂപത്തിലുള്ള വൈകാരികത എല്ലാ സമയത്തും 24 hours, അതായത് 24x7 എന്ന് പറഞ്ഞ പോലെ, ആഴ്ചയിൽ 7 ദിവസവും അതുപോലെ തന്നെ ദിവസത്തിൽ 24 മണിക്കൂറും ഒരു വ്യക്തിക്ക് ഉന്നതമായിട്ടുള്ള വൈകാരികത കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ, ആ വ്യക്തിയുടെ ജീവിതം അടിമുടി മാറും, അല്ലെങ്കിൽ ആ വ്യക്തി ഒരു ഉന്നതമായ അവസ്ഥയിലോട്ട് പോവും എന്നതിന് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? അല്ലെങ്കിൽ അത് ഒരു സത്യമായ പ്രസ്താവനയല്ലേ എന്നതാണ് ഞാൻ ചോദിച്ചത്. ഒത്തിരി ആളുകൾ യെസ് ടൈപ്പ്. അപ്പോ ഒരു വ്യക്തിക്ക് ഉന്നതമായിട്ടുള്ള ഇമോഷൻസിനെ കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കണമെങ്കിൽ, ഉന്നതമായ ഇമോഷൻസുകൾ, സന്തോഷം, സമാധാനം, സംതൃപ്തി, എപ്പോഴും ഒരു സമഭാവന, ബാലൻസിങ് മൈൻഡ്, ഇങ്ങനെയുള്ള ഉന്നതമായിട്ടുള്ള കാര്യങ്ങളെ ഒരു വ്യക്തിക്ക് എപ്പോഴും കാത്തു സൂക്ഷിക്കണമെങ്കിൽ, ആ വ്യക്തിക്ക് ആന്തരികമായിട്ട് അകത്ത് നിന്ന് ലഭിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സമാധാനം. അകത്ത് നിന്ന്, അതായത് പുറമേ നിന്നുള്ള ഒരു വ്യക്തികളുടെ ഇടപെടലോ, അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ നല്ല സംസാരം കൊണ്ടോ അല്ലെങ്കിൽ മോശം സംസാരം കൊണ്ടോ ഒന്നുമല്ലാതെ, സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സമാധാനമാണ്. ഈ സമാധാനം, ഇന്റേണൽ പീസിൽ നിന്നാണ് ഒരു വ്യക്തിക്ക് ഉന്നതമായിട്ടുള്ള ഇമോഷൻസുകളെ എല്ലാ സമയത്തും കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ സമാധാനം എന്ന് പറയുന്ന ഈ ഒരു ഫൗണ്ടേഷനിന്മേൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് എപ്പോഴും ഉന്നതമായിട്ടുള്ള വൈകാരികതയെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിയുടെ ഉന്നതമായ ഇമോഷൻസ് കാത്തു സൂക്ഷിക്കുന്നതും അതിലുപരി അതിലൂടെ ഒരു വ്യക്തിക്ക് എല്ലാ തരത്തിലുള്ള വിജയങ്ങളും,
അത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരുപോലെയല്ല. രോഗമുള്ള സെല്ലുകൾ, ഈ രോഗമുള്ള സെല്ലുകളെ നമ്മൾ ഈ രോഗത്തെ താലോലിച്ച് നമ്മുടെ ശരീരത്തിൽ പോറ്റി വളർത്തുകയാണെന്നും, എന്നാൽ ഈ സെല്ലുകളെ വേറെ രൂപത്തിലുള്ള ഇമോഷൻസുകൾ സ്ഥിരമായിട്ട്, അതായത് ആരോഗ്യകരമായിട്ടുള്ള ഇമോഷൻസുകളെ സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിലൂടെ കടത്തിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരുപാട് കാലം, ഒരു 3-4 മാസമെങ്കിലും നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗമുള്ള സെല്ലുകളെല്ലാം നശിച്ചുപോയി പകരം ആരോഗ്യമുള്ള സെല്ലുകൾ വരും എന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ നമുക്ക് ഉന്നതമായ ഇമോഷൻസുകളെ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നും, അങ്ങനെ ഉന്നതമായ വികാരങ്ങൾ, ഇമോഷൻസുകളെ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് എല്ലാ വിജയവും ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നതെന്നും, അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് എല്ലാ സമയത്തും ശാന്തി ഉണ്ടാവണമെന്നും സമാധാനം ഉണ്ടാവണമെന്നും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. സകല പുരോഗതിയുടെയും ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഇന്റേണൽ പീസാണ്, അല്ലെങ്കിൽ അകത്തുള്ള സമാധാനമാണ്. അകത്തുള്ള സമാധാനമാണ് എല്ലാ വിജയത്തിന്റെയും താക്കോൽ. നമുക്ക് ഒത്തിരി ആളുകൾ അറിയാം. എന്താ അവരുടെ പ്രവൃത്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ, അവരുടെ പ്രവൃത്തി അവർക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമാധാനം ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യും. ഗോസിപ്പ് പറയുക, അതുപോലെ തന്നെ ചീത്ത പറയുക, വഴക്ക് പറയുക, മോശമായ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഉന്നതമായിട്ടുള്ള ഈ ഒരു ഇമോഷൻസുകളെ എല്ലാ സമയത്തും നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവനും, നമ്മുടെ സെല്ലുകൾ മുഴുവനും റീപ്രോഗ്രാം ആവുന്നു. അടിസ്ഥാനപരമായി നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇന്നലെ വരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നു മുതൽ ഉന്നതമായിട്ടുള്ള വൈകാരികത, സമാധാനം, ശാന്തി, സന്തോഷം, സംതൃപ്തി, നല്ല മനസ്ഥിതി, ബാലൻസിങ്, ഒരാളെ കുറിച്ചും പരാതിയില്ലാത്ത, എല്ലാവരെ കുറിച്ചും മതിപ്പുള്ള, അല്ലെങ്കിൽ ഓരോരുത്തരെ കുറിച്ചും തിരിച്ചറിയുവാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഉന്നതമായിട്ടുള്ള ഒരു വൈകാരികത നമുക്ക് സ്ഥിരമായി കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സെല്ലുകളും റീപ്രോഗ്രാം ചെയ്യപ്പെടുന്നു. അതിനർത്ഥം നമ്മുടെ നിലവിലുള്ള ജീവിതം അടിമുടി മാറുന്നു. മെമ്മറി കാർഡിന്റെ മുകളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മെമ്മറി കാർഡിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു പെൻഡ്രൈവിൽ നമ്മൾ കുറെ പാട്ടോ കാര്യങ്ങളോ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ പുതിയ സംഭവം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെ നമ്മളായിട്ട് മാറുന്നു. അപ്പൊ ഉന്നതമായ ഇമോഷൻസുകൾ സ്ഥിരമായി കാത്തു സൂക്ഷിക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകുന്നു. ആരോഗ്യം നൽകാൻ കാരണം നേരത്തെ രോഗാതുരമായിട്ടുള്ള എല്ലാ സെല്ലുകളും നശിച്ചുപോയി പകരം ആരോഗ്യമുള്ള സെല്ലുകൾ നമ്മളിലോട്ട് തിരിച്ചു വരുന്നു. ദാരിദ്ര്യത്തിന്റെയും സാമ്പത്തിക പ്രശ്നത്തിന്റെയും കുടുംബ പ്രശ്നങ്ങളുടെയും ഒക്കെ കാരണമായിട്ടുണ്ടായിരുന്ന ഇമോഷൻസുകൾ, വൈകാരികതകൾ, ആ വൈകാരികതകൾ കാരണമായി നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ട ആ സെല്ലുകൾ മുഴുവനും പോയി നമ്മളിപ്പോൾ ഉന്നതമായിട്ടുള്ള ഇമോഷൻസിലാണ് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഉന്നതമായ കുടുംബജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പുതിയ സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നമ്മുടെ ശരീരത്തിൽ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അത് അവിടെ മാത്രം നിൽക്കില്ല. നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഉന്നതമായ ഇമോഷൻസ് എല്ലാ സമയത്തും കാത്തു സൂക്ഷിക്കുന്നത് കാരണമായി നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ പുതിയ മാറ്റം നമ്മളിൽ മാത്രം ഒതുങ്ങുകയില്ല. നമ്മൾ ഏതൊരു സദസ്സിൽ പോയാലും, ഏതൊരു വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിലും ആ വ്യക്തിക്കും ആ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും നമ്മുടെ പ്രസൻസ് വളരെ പോസിറ്റീവായിട്ട് അനുഭവപ്പെടും. എല്ലാവർക്കും നമ്മളൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. നമ്മളെ ബഹുമാനിക്കണമെന്ന് നമുക്ക് ആഗ്രഹമൊന്നും ഇല്ലെങ്കിലും ആളുകൾ നമ്മളെ ഇങ്ങനെ എഴുന്നേറ്റ് ബഹുമാനിക്കുവാൻ തുടങ്ങും. നമ്മളോട് മുമ്പ് പിണങ്ങി നിന്നിരുന്ന ആളുകളൊക്കെ നമ്മളോട് ചിരിക്കാൻ വേണ്ടി തുടങ്ങും. കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ നമ്മളിൽ നിന്നും ഈ ഒരു
നമ്മുടെ ഉള്ളിൽ നിന്നും ഉയർന്ന ഇമോഷൻസ് കാത്തു സൂക്ഷിച്ചത് കാരണമായി നമ്മുടെ ഉള്ളിൽ നിന്നും പോസിറ്റിവിറ്റി നമുക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിലോട്ട് അത് സ്പ്രെഡായി, അത് വ്യാപിച്ചു എന്നതാണ് അതിന് കാരണം, മറ്റൊന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് ഉന്നതമായിട്ടുള്ള ഇമോഷൻസുകളെ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. എന്നാൽ അത് നേരെ ഉൾട്ടായിട്ടുള്ള മറ്റൊരു കാര്യം, ഉന്നതമായത് പോട്ടെ, ഒരു മീഡിയം ലെവൽ പോട്ടെ, മോശമായ രൂപത്തിലുള്ള വികാരങ്ങൾ, ഉദാഹരണമായിട്ട് സ്ട്രെസ്, പിരിമുറുക്കം, വെറുപ്പ്, അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ, ബിസിനസ്സിൽ പരാജയപ്പെട്ട മോശപ്പെട്ട ഓർമ്മകൾ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ മോശമായ വാക്കുകൾ, ചെറിയ പ്രായത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഉപബോധ മനസ്സിൽ ഇൻബിൽഡ് ആക്കപ്പെട്ട വേദനാജനകമായിട്ടുള്ള എന്തെങ്കിലും ട്രോമാസ്, ഇതിന്റെയൊക്കെ കോൺസിക്വൻസ് ആയിട്ട്, ഇതിന്റെയൊക്കെ അനന്തരഫലമായിട്ട് നമ്മുടെ ഉള്ളിൽ സദാ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് ഈ പറയപ്പെട്ട വിഷമം പിടിച്ച വൈകാരികതയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ സാധ്യതയുള്ള മുഴുവൻ നന്മകളെയും അത് തടയുന്നു. കാരണം നമ്മുടെ ഈ ഇമോഷൻസ് അനുസരിച്ച് നമ്മുടെ സെല്ലുകൾ രൂപപ്പെടുന്നു. അപ്പോൾ ഉള്ള രോഗം മാറുമോ? ഒരിക്കലും മാറില്ല. മരണം വരെ മരുന്ന് കുടിച്ചാലും മാറില്ല. ഇങ്ങനെ കൺട്രോൾ ചെയ്ത്, കാരണം മാറാൻ കഴിയില്ല. ഇന്നലത്തെ തന്നെ ഇന്നും റെക്കോർഡ് ചെയ്യുന്നു, ഇന്ന് കുറച്ചും കൂടി ഭീകരമായി റെക്കോർഡ് ചെയ്യുന്നു, കുറച്ചും കൂടി ഭീകരമായി നാളെ റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് പോയ രൂപത്തിൽ നമ്മുടെ ശരീരത്തിലോട്ട് ഈ പറയപ്പെട്ട ഈ വിഷമങ്ങളും ഈ ലോ ലെവലിലുള്ള, താഴ്ന്ന ലെവലിലുള്ള ഈ സംഭവങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുകയും അതനുസരിച്ചിട്ടുള്ള സെല്ലുകൾ ഉണ്ടാക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു രോഗവും ഇല്ല എങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങും. കാരണം താൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ എല്ലാ സെല്ലുകളും ഒരു പ്രത്യേക താളത്തിൽ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർമ്മം എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ താളത്തിൽ ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വളരെ പോസിറ്റീവായ രൂപത്തിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനനുകൂലമായിട്ട് ഈ നൃത്തത്തെ പരിപോഷിപ്പിക്കുന്ന രൂപത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഉന്നതമായിട്ടുള്ള ഇമോഷൻസുകൾക്ക് പകരം നമ്മൾ വൈരുദ്ധ്യാധിഷ്ഠിതമായിട്ട്, കാരണം നമ്മുടെ ഉള്ളിലെ സകല സെല്ലുകളും ഭയങ്കര ഐക്യത്തിലാണ്. കാലിൽ എന്തെങ്കിലും പറ്റിയാൽ ശരീരത്തിലെ മുഴുവൻ സെല്ലുകളും കാലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ സഹായിക്കാൻ വേണ്ടി വരും. ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. വളരെ ഐക്യത്തിനും വളരെ സ്നേഹത്തിനും വളരെ സൗഹാർദ്ദത്തിനുമാണ്. ഓരോ സെല്ലുകൾക്കും അതിൻ്റെതായ ബുദ്ധിയും അതിൻ്റെതായിട്ടുള്ള മെമ്മറി കപ്പാസിറ്റിയും പ്രവർത്തന സ്വാതന്ത്ര്യവുമുണ്ട്. ഓരോ സെല്ലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഓരോ രൂപത്തിലല്ല. നമ്മുടെ ഹൃദയത്തിലുള്ള സെല്ലുകൾ ഹൃദയമാകുവാൻ പ്രോഗ്രാം ചെയ്യപ്പെട്ടെങ്കിൽ, ശ്വാസകോശത്തിലുള്ള സെല്ലുകൾ ശ്വാസകോശമാവാൻ പ്രോഗ്രാം ചെയ്യപ്പെട്ടതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തുള്ള സെല്ലുകൾക്കും ഓരോ ധർമ്മമുണ്ട്. അതിന് അതിൻ്റെതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിയുണ്ട്. അപ്പൊ അത്രയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബുദ്ധിയുള്ള ഇതിന് വളരെ ആത്മീയമായിട്ട് താളാത്മകമായി സ്നേഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ സെല്ലുകൾക്ക് നമ്മൾ നിർദ്ദേശം കൊടുക്കുന്നു. പിരിമുറുക്കത്തിന്റെ, അനൈക്യത്തിന്റെ, മറ്റുള്ളവരോടുള്ള വെറുപ്പ്, വിദ്വേഷം, ഇതൊന്നും നമ്മുടെ സെല്ലുകൾക്ക് പരിചയമില്ലാത്തതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള സെല്ലുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകൃതിക്ക് വിരുദ്ധമായ രൂപത്തിൽ സ്നേഹത്തിന് പകരം തകർക്കുവാൻ ശ്രമിക്കുന്ന കാരണം ബ്രെയിൻ ആ രൂപത്തിൽ നിർദ്ദേശം കൊടുക്കുകയാണ്. തകർക്കൂ, തകർക്കൂ, അടിക്കൂ, ഇടിക്കൂ എന്ന് മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ സെല്ലുകൾ ഇംബാലൻസിലോട്ട് പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മോശമായിട്ടുള്ള ഇമോഷൻസുകളെ സ്ഥിരമായി നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാകുന്നു, ഉള്ള അസുഖങ്ങൾ പെരുകുന്നു. കുടുംബത്തിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ
പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഉള്ള പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലോട്ട് പോകുന്നു. ബിസിനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന വിജയം അത് സ്തംഭിക്കുന്നു, അല്ലെങ്കിൽ വിജയം പരാജയത്തിലോട്ട് പോകുന്നു. പരാജയത്തിൽ നിന്നും കരകയറാൻ എന്ത് ശ്രമിച്ചാലും നടക്കാൻ കഴിയാത്ത രൂപത്തിലോട്ട് പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരൊറ്റ കാര്യമേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. സ്ഥിരമായി ഈ രൂപത്തിലുള്ള ഇമോഷൻസ് വെച്ച് നടന്നു കഴിഞ്ഞാൽ അതാണ് സകല പ്രശ്നങ്ങളുടെയും മാതാവ് എന്ന് തിരിച്ചറിയുക. മനസ്സിലായില്ലേ? സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസുകൾ ഉണ്ടാവുമ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻസിന്റെ കൂടെ ഒരു ചിന്തയുണ്ടാവും. ഉദാഹരണമായിട്ട് നമ്മളോട് അനീതി കാണിച്ച, നമ്മളോട് മോശമായി പെരുമാറിയ ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഇമോഷൻസ് നമ്മുടെ മനസ്സിൽ വരും. എന്താ ഇമോഷൻസ്? ഓ, ഞാൻ അന്ന് എന്തൊക്കെ സഹായം ചെയ്തു കൊടുത്തു, പക്ഷെ അവൻ എന്നോട് ചെയ്ത ആ പണി കണ്ടില്ലേ? അങ്ങനെ ഒരു ഇമോഷൻ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ആ ഇമോഷൻസിനെ ചാരി മറ്റൊരു ചിന്ത വരും. വേണ്ടില്ലായിരുന്നു, അവനെ സഹായിക്കേണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വേറെ ഇമോഷൻ വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വേറെ ഇങ്ങനെ 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 ആഴത്തിലോട്ട് പോയി ആ വ്യക്തി കൂടുതൽ പ്രശ്നത്തിലോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും കാരണം നമ്മൾ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന നെഗറ്റീവായിട്ടുള്ള, അതല്ലെങ്കിൽ ഉന്നതമല്ലാത്ത താഴ്ന്ന നിലവാരമുള്ള ഇമോഷൻസുകളെ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് എന്നതാണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അതിന്റെ ഉത്തരം. Are you with me, my dear friends? Can you agree with me? Yes or no? നിങ്ങൾക്ക് സാമ്പത്തികമായ പ്രശ്നമുണ്ട്, നിങ്ങൾ ഇമോഷൻസ്ലി ലോ ഇമോഷൻസ് കീപ്പ് ചെയ്ത് ഇരിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് കുടുംബപരമായ പ്രശ്നമുണ്ട്, നിങ്ങൾ ലോ ലെവലിലുള്ള ലോ ഫ്രീക്വൻസിയിലുള്ള ഇമോഷൻസിനെ കീപ്പ് ചെയ്യുന്നു. നാട്ടുകാർക്ക് നിങ്ങളെ യാതൊരു വിലയില്ല. ഇതന്നെ ലോ ഫ്രീക്വൻസി. മനസ്സിലായില്ല? ഞാന് ഓർക്കുന്നൊരു സംഭവം എന്താ ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് ഇത്രയും ഈ കാര്യങ്ങളൊന്നും അറിയാതെ, മനഃശാസ്ത്രമോ ഇത്തരം കാര്യങ്ങളും അറിയാത്ത ഒരു കാലത്ത്, ഈ അന്നത്തെ കാലത്ത്, ഞാൻ സംഭവം പറയുന്നില്ല, ഒരു സോഷ്യലി ഒരു വല്ലാത്തൊരു ചർച്ച നടന്ന ഒരു വിവാദ ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് ആ വിഷയത്തില് അന്നത്തെ കാലത്ത് ഒരു 10-15 വർഷം മുമ്പാണ്, എന്താന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് അനീതി തന്നെയായിരുന്നു. പക്ഷെ ഞാൻ അന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കാണുകയും അതേപോലെ തന്നെ അതുമായി പൊതുവേദികളിൽ നന്നായിട്ട് ഇടപെടുകയും സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെട്ട് ശക്തമായി പ്രതികരിക്കുന്ന, മനസ്സ് മുഴുവനും ഒരു പ്രത്യേകമായ ഇമോഷൻസ് ആയിരുന്നു അക്കാലത്ത്. വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നെ ഇതൊക്കെ മനസ്സിലായത്. ഞാൻ ആലോചിക്കുന്ന എന്താ ചോദിക്കുകയാണെങ്കിൽ, ആ കാലഘട്ടത്തിൽ എൻ്റെ ലൈഫിൽ വന്ന ഓരോ അനുഭവങ്ങളും നോക്കുമ്പോൾ ദുരന്തങ്ങളുടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ അനുഭവങ്ങളായിരുന്നു. ഒരു സംശയം, ഞാനിപ്പോ ഇത് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. അതിന് കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിൽ മോശമായ രൂപത്തിലുള്ള ഇമോഷൻസ് വരുന്നതിന് കാരണമായ പ്രവർത്തികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ ഒന്നും വരില്ല. ഒരുപക്ഷെ അന്നത്തെ കാലത്ത്, അന്നൊക്കെ യൂട്യൂബൊക്കെ സജീവമാണെങ്കിലും ചിലപ്പോൾ ശരിക്ക് തെരഞ്ഞു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ പറ്റുമായിരിക്കാം. ആ രൂപത്തിലുള്ള അത്രയും ഇടപെട്ടൊരു കാലം ഉണ്ടായിരുന്നു. പിന്നീടാണ് നമുക്ക് ഈ സംഭവത്തെ കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും ഉന്നതമായ ഇമോഷൻസിനെ കാത്തു സൂക്ഷിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇമോഷൻസ് താഴ്ന്ന ലെവലിലോട്ട് പോകുന്ന രൂപത്തിൽ ഒരു പരിപാടിയിലും ഏർപ്പെടാൻ പാടില്ല എന്നത് കൃത്യമായി അനുഭവത്തിന്, അറിവ് മാത്രം കിട്ടിയതൊന്നും കാര്യമില്ല. അറിവല്ല, നമ്മൾക്കൊരു അനുഭവം വന്നപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? മാറിയപ്പം ജീവിതം കംപ്ലീറ്റ്ലി മാറി. അതല്ല എങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള സംഭവങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നാട്ടിൽ നടക്കുന്ന വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ന്യൂസ് ചാനലുകൾ, ചർച്ചകൾ, അതിൽ തന്നെ നമ്മൾ മുഴുകിയിരിക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ പോലും അറിയാത്ത രൂപത്തിലുള്ള ദേഷ്യമോ
ചിലപ്പോൾ നമുക്ക് തന്നെ കാരണം അറിയാത്ത വിഷമം, ശാരീരികമായ ടെൻഷൻ, ഇങ്ങനെയുള്ള എല്ലാ ഇഷ്യൂസും ഒരു മനുഷ്യൻ വരുവാനുള്ള സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ EFT എന്തിന് പഠിക്കണം എന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിൽ ഇമോഷൻസ്, അതായത് ഈ രൂപത്തിൽ താഴ്ന്ന ഇമോഷൻസുകളിൽ നിന്നും നമ്മൾ ഫ്രീ ആവുകയും പകരം ഉന്നതമായ ഇമോഷൻസുകളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. ഉന്നതമായ ഇമോഷൻസുകളെ നമ്മുടെ മനസ്സിൽ താലോലിക്കുവാനും എല്ലാ കാലത്തും അത് തന്നെ നമ്മുടെ മനസ്സിൽ, അതായത് ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, ഒരു 3 മാസമെങ്കിലും ഉന്നതമായിട്ടുള്ള ഇമോഷൻസുകളെ നമുക്ക് വെച്ച് പുലർത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരു സംശയമുള്ള നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും. നിലവിലുള്ള എല്ലാ ഒട്ടുമിക്ക പ്രശ്നങ്ങളെല്ലാം മാറും. യാതൊരു സംശയവുമില്ല. മനസ്സിലായില്ലേ? അപ്പോ എന്തിന് EFT പഠിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, EFT ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, EFT ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ താഴ്ന്ന ലെവലിലുള്ള എല്ലാ ഇമോഷൻസുകളെയും അത് ക്ലെൻസ് ചെയ്യുന്നു. ലോ ലെവലിലുള്ള, താഴ്ന്ന ലെവലിലുള്ള ടെൻഷൻ, സ്ട്രെസ്, ഡിപ്രഷൻ, ഇൻസോമാനിയ എന്ന് വേണ്ട എല്ലാവിധ ശാരീരികമായിട്ടുള്ള വേദനകൾ, പല വേദനകളും ശാരീരിക വേദനയല്ല, മാനസിക വേദനയാണ്. ഇതെല്ലാം ഈ സംഭവം ഇല്ലാണ്ടാക്കുന്നു, അതിനെ ക്ലെൻസ് ചെയ്യുന്നു. അതിനെ ക്ലെൻസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തളാത്മകമായിട്ടുള്ള, സംഗീതാത്മകമായ രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് മനുഷ്യന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സെല്ലുകളും പരസ്പരം സ്നേഹത്തോടെ എല്ലാ ദിവസവും ഉത്സവമാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉത്സവം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ അങ്ങനെ തന്നെ നടക്കുവാൻ അനുവദിച്ചാൽ പുറത്തും നമുക്കെന്നും ഉത്സവമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തി നിലവിൽ ഒരു ഉന്നതമായ അവസ്ഥ കാത്തു സൂക്ഷിക്കുന്ന ഒരു അവസ്ഥയിൽ അല്ല എങ്കിൽ, താഴ്ന്ന രൂപത്തിലുള്ള ഈ ഒരു ഇമോഷൻസിനെ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, ആ വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു മുഹൂർത്തത്തിൽ പെട്ടെന്ന് ഈ ഉന്നതമായതിലോട്ട് മാറുവാൻ സാധ്യമാണോ? ഒരിക്കലും സാധ്യമല്ല. അപ്പൊ ഇവിടെ EFT എന്ന് പറയുന്ന ഒരു ടൂള് നിങ്ങളെ സഹായിക്കുവാനുണ്ട്. ഞാൻ ഹൃദയത്തൊട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഈ ടൂള് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. അതായത് നമ്മൾ ഒരു 3-4 മാസം ഹൈ ഇമോഷൻസിൽ നിൽക്കുവാൻ ഇത് സഹായിക്കും. അങ്ങനെ ഇമോഷൻസിൽ നിൽക്കുവാൻ സഹായിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിട്ടുള്ള എല്ലാ സെല്ലുകളും, നമുക്കറിയാം, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമായിട്ട് കോടിക്കണക്കിന് സെല്ലുകൾ നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു ആളില്ലാത്തൊരു വീട്ടിൽ നിങ്ങൾ ഉറങ്ങാണ്, ഒരു കട്ടിൽ ഉറങ്ങാണ്. ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ ആ കട്ടിനെ താഴെ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു 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 ചാരം പോലെ സംഭവം കാണാൻ പറ്റും. അത് നമ്മൾ ശരിക്ക് നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയപ്പെടുന്നത് ചത്ത സെല്ലുകളുടെ ഒരു സമ്മേളനമാണെന്നാണ് പറയുന്നത്. അതായത് കോടിക്കണക്കിന് സെല്ലുകൾ രാവിലെയും വൈകുന്നേരവും നശിക്കുന്നു, അതിന് പകരം പുതിയതായിട്ടുണ്ടാവുന്നു. അപ്പൊ പുതിയതായിട്ട് ഉണ്ടാകുന്ന സെല്ലുകളിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് പഴയത് മാത്രമാണ്. അപ്പൊ പഴയതിന് മുഴുവനും ലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്തും ജീവിതം മാറൂല. എന്നാൽ നമ്മൾ നശിക്കുന്ന സെല്ലുകളിൽ കോടാനുകോടി സെല്ലുകളിൽ ഉന്നതമായ ഇമോഷൻസുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ വരുന്ന സെല്ലുകളിൽ അത് കൈമാറ്റപ്പെടുന്നു. വീണ്ടും ഈ കോടികൾ 100 കോടി, 1000 കോടി, ഇങ്ങനെ കോടിയിലോട്ട് മാറുമ്പോൾ മൊത്തം സെല്ലുകളിലോട്ടും ഈ പുതിയ രൂപത്തിലുള്ള ഈ ഉന്നതമായ ഇമോഷൻസിന്റെ ഈ ഒരു സ്പ്രെഡ് സംഭവിക്കുമ്പോൾ ആ വ്യക്തി അടിമുടി മാറുന്നു, ആ വ്യക്തിയുടെ അസുഖങ്ങൾ മാറുന്നു, ആ വ്യക്തിയുടെ വേദനകൾ കുറയുന്നു, ആ വ്യക്തിയുടെ മാനസിക നില ആരോഗ്യകരമായി മാറുന്നു. ഏതെങ്കിലും ഒരാളുടെ സംസാരം കേട്ട് തളർന്നു പോകുന്ന മനസ്സ് മാറി സദാ ബാലൻസിൽ നിൽക്കുന്ന ഒരവസ്ഥയിലൂടെ പോകുന്നു. അതുകൊണ്ട് EFT എന്ന് പറയുന്ന ഈ ഒരു സംഭവം ചെയ്യുന്നത് എന്താണ് ചോദിക്കുകയാണെങ്കിൽ അതിനെ ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒത്തിരി ടൂൾസുകളുണ്ട്. ഇതൊരു അവയർനെസ്സിന് വേണ്ടി പറയാൻ പലരും ഇത് കേൾക്കുമ്പോഴായിരിക്കും ശരിയാണ്, എൻ്റെ ലൈഫ് ഇങ്ങനെ വരാൻ കാരണം ഞാൻ തന്നെയാണ്. ഇത് നമ്മൾ ആദ്യം അംഗീകരിക്കണം.
നമ്മുടെ ലൈഫ് ഇങ്ങനെ വരാനുള്ള കാരണം നമ്മൾ തന്നെ. നമ്മളെ ലൈഫ് വിജയിക്കുവാൻ ആരെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ. പരാജയപ്പെടുവാൻ ആരെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അതും നമ്മൾ തന്നെ. അതുകൊണ്ട് ഒന്ന് മാറി ചിന്തിക്കുവാനാണ് ഈ EFT എന്ന് പറയുന്ന സംഭവം നമ്മൾ പഠിപ്പിക്കുന്നത്. സോ നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹത്തോടു കൂടി പറയുവാനുള്ള കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് ഹാപ്പി പാർക്ക് ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈനായിട്ടും ചെയ്തു വരുന്നു. ഒരുപക്ഷെ ഒത്തിരി ആൾക്കാർ ഇതിൽ പങ്കെടുത്ത് കാണും. എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇതിൽ പങ്കെടുത്ത ആളുകൾ വീണ്ടും പങ്കെടുക്കുവാനും അതേപോലെ തന്നെ എന്താ പറയാ ഒത്തിരി വർഷങ്ങളായിട്ട് ഇത് ഫോളോ ചെയ്യുവാനും കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഉന്നതമായ ഇമോഷൻസ് അവർക്ക് കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുന്നത് കൊണ്ടാണ്. സോ ഇതാണ് എന്തിന് EFT ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ചെറിയ നോളജാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഈ കാര്യം എല്ലാവർക്കും വ്യക്തമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എപ്പോഴും നിങ്ങൾ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, മുഴു സമയത്തും ഉന്നതമായ ഇമോഷൻസിൽ നമ്മൾ നിൽക്കുവാൻ വേണ്ടി പഠിച്ചേ പറ്റൂ. വേറെ ഒരു വഴിയുമില്ല. അതല്ല എങ്കിൽ നിലവിലുള്ളത് ഇമോഷൻസ് നെഗറ്റീവ് ആണെങ്കിൽ ചിന്ത നെഗറ്റീവ് ആവും. അപ്പോൾ അടുത്ത ഇമോഷൻ നെഗറ്റീവ് ആവും, അടുത്ത ചിന്ത നെഗറ്റീവ് ആവും, അടുത്ത കടലിന്റെ ആഴിയിലോട്ട് പോകും. ഞാനിപ്പോ ആലോചിക്കുന്നത്, എൻ്റെ ഒരു സുഹൃത്ത്, വളരെ വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. ഒരു സുഹൃത്ത്, ഞാൻ അദ്ദേഹത്തിന് ഒത്തിരി പ്രോഗ്രാംസ് നേരത്തെ കൊണ്ടുപോയിട്ടുണ്ട്, ഹെൽത്തുമായി ബന്ധപ്പെട്ട സെഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു ബന്ധു എന്നെ വിളിച്ചു പറഞ്ഞു, ആ മനുഷ്യൻ മരണപ്പെട്ടു, സൂയിസൈഡ് ചെയ്തു. വിശ്വസിക്കാൻ പറ്റിയില്ല, അവിശ്വസനീയം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യുവാനുള്ള സാധ്യതയില്ല. അങ്ങേരത് ചെയ്യില്ല, വേറെ ആര് ചെയ്താലും. ഒരുപക്ഷെ അദ്ദേഹത്തെ ആരും ട്രാപ്പിൽ പെടുത്തിയതാവാം, ആരോ പോയിട്ട് കൊന്നതോ അല്ലെങ്കിൽ എന്തോ ആയതാവാം എന്ന് പറഞ്ഞപ്പോ, അല്ല സാറേ, CCTV ദൃശ്യമുണ്ട് സർ എന്ന് പറഞ്ഞപ്പോ ഒന്നും പറയാനില്ല. എന്തുകൊണ്ടായിരിക്കും? ഈ ചിന്തകളെ നിയന്ത്രിക്കുവാൻ സാധിക്കാതെ ഒരുപക്ഷെ എന്തെങ്കിലും ഉണ്ടാവാം, നമുക്കറിയില്ല. ഞാൻ നെഗറ്റീവ് പറയുന്നില്ല സംഭവം. അപ്പോ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വന്ന് അവസാനം പിടുത്തം വിട്ടു പോകുന്നതാണ്. അപ്പം ഇങ്ങനെ വന്നു, അടുത്ത വന്നു, അവിടെ നിർത്താൻ പറ്റണം. പിന്നെ അങ്ങോട്ട് പോവാതെ അവിടെ പീസിലോട്ട് പോകാൻ പറ്റണം. ഈ പീസ് ആണ് പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഞാൻ പറയുന്നു, ഒരു മനുഷ്യന്റെ അടിസ്ഥാനം പീസാണ്. മതങ്ങളെല്ലാം ഇതിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. പക്ഷെ മതങ്ങളുടെ പേരിൽ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത ഈ പീസ് കളയുക എന്നതാണ്. ഏതെങ്കിലും ഒരു മതം ഈ സമാധാനം പ്രവചിക്കാതെ, സമാധാനം പറയാത്ത ഏതെങ്കിലും ഒരു പ്രാർത്ഥനയുണ്ടോ പ്രിയപ്പെട്ടവരെ? നിനക്ക് സമാധാനം ഉണ്ടാവട്ടെ, ഓം ശാന്തി ശാന്തി ശാന്തി, സമാധാനം പ്രവചിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതല്ലേ എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം? ദൈവത്തിങ്കിൽ സ്വീകാര്യമായത് സമാധാനമല്ലാതെ മറ്റൊന്നുമില്ല. ഇതല്ലേ എല്ലാവരും പറയുന്നത്? ഇതാണ് ബേസ്. എന്നിട്ട് അതിന്റെ പേരിൽ നമ്മൾ പ്രശ്നമുണ്ടാക്കുന്നു. അതുകൊണ്ട് ഞാൻ EFT എന്തിനു പഠിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ സമാധാനം എന്ന് പറയുന്നത് അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റണം. അതിനുള്ള ഒരു ടൂളാണ് EFT. അതുകൊണ്ട് EFT എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണ്, വാക്കുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. ചില ആളുകൾ ചിന്തിക്കും, എന്നാൽ സാറേ അതെന്താ? അപ്പോ ഏതുപോലെ ചോദിക്കുകയാണെങ്കിൽ, അതൊരു ഡ്രൈവിംഗ് പോലെയാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിനെ കുറിച്ച് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. ഡ്രൈവിംഗ് സ്കൂളിൽ പോകണം. അതുമല്ല എങ്കിൽ അത് എന്ത് ചെയ്യണം? പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. എന്നതുപോലെയാണ് EFT എന്ന് പറയുന്നത്. സോ EFTയുടെ ഒരു 2 മാസത്തെ ഒരു സെഷൻസ് നമ്മൾ വെക്കുന്നുണ്ട്. അടുത്ത ഒക്ടോബർ 7-ാം തീയതിയാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്താ ചോദിക്കുകയാണെങ്കിൽ, ആദ്യത്തെ ദിവസം തന്നെ നിങ്ങളുടെ ഉള്ളിൽ സമാധാനത്തിന്റെ തിരി കത്തിത്തുടങ്ങും. കാരണം അതിനുള്ള ടൂൾസുകളാണ് ആദ്യത്തെ ദിവസം മുതൽ തന്നെ. അങ്ങനെ 1 മാസം കൊണ്ട് നിലവിലുള്ള എല്ലാ കാഴ്ചപ്പാടും മാറും. എല്ലാ കാഴ്ചപ്പാടും മാറി ഈ ഞാൻ നേരത്തെ പറയപ്പെട്ട ശാന്തിയിൽ ലാൻഡ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഈ ശാന്തിയിൽ ലാൻഡ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുമ്പോൾ പിന്നീട് നമുക്ക് ഉന്നതമായിട്ടുള്ള ഇമോഷൻസുകൾ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവൂ. അതോടുകൂടി നമ്മുടെ സകല ഇഷ്യൂസുകളും ഇല്ലാണ്ടാവും. അപ്പൊ നിങ്ങൾ തന്നെ ഒരുപക്ഷെ ഒത്തിരി തവണ കേട്ട് കാണും. EFT ഒക്കെ പങ്കെടുത്ത ആളുകൾ ഒരിക്കൽ ഒരു പ്രോഗ്രാമിൽ ഒരു ലേഡി എന്നോട് പറഞ്ഞെന്താ ചോദിക്കുകയാണെങ്കിൽ, സർ,
എനിക്കൊരു നിലക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ദൈവം എന്നെ ഇവിടെ എത്തിച്ചു. ഞാനിപ്പോ 5 മാസം ഗർഭിണിയാണ്, ഫുൾ ബെഡ് റെസ്റ്റ് പറഞ്ഞ, പക്ഷെ ഞാൻ ഓടി വന്നു. ഇരിക്കാനും നിൽക്കാനും പറ്റില്ലായിരുന്നു. പക്ഷേ ഇത്രയും സമയം ഞാൻ ഇരുന്നു. എങ്ങനെ സംഭവിച്ചറിയില്ല. വല്ലാത്ത അത്ഭുതം എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടതാണ്, അതിലൊക്കെ പങ്കെടുത്ത ആളുകൾ. സോ മുഴുവൻ ആളുകളും നന്ദി അറിയിക്കുന്നു. അങ്ങനെ ഒരു പ്രോഗ്രാം പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇറ്റ് ഈസ് യുവർ ടൈം ടു ആസ്ക് എനി ക്വസ്റ്റ്യൻസ്. ഒരു ചെറിയ ഒരു വിവരണം, എന്തിന് EFT ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു വിവരണം നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലേ? പ്ലീസ് സേ യെസ് ഓർ നോ. എന്തിന് EFT ചെയ്യണമെന്നതുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിവരണം കിട്ടിയോ ഇല്ലേ? പ്ലീസ് ടൈപ്പ്. ശരി, സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്കെല്ലാം അറിയിക്കാവുന്നതാണ്. അവർക്ക് തീർച്ചയായിട്ടും ഇത് അനുഭവിക്കാം. ഇത് വാക്കുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമല്ല. ഇത് ഷുഡ് ബി എക്സ്പീരിയൻസ്. ഇത് അനുഭവിക്കണം. അപ്പോഴാണ് ഇതിന്റെ ഒരു മാറ്റം പെർമനന്റ് ആവുക. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ക്വസ്റ്റ്യൻസ് റൈറ്റ് നൗ? താങ്ക് യു.